കഥ തുടങ്ങുന്നത് ഒരു വീട്ടിലെ അച്ഛനെയും അമ്മയും മകളെയും കുറച്ചുപേര് ബന്ദിയാക്കി വെക്കുകയും ആ അച്ഛനെ ശരീരം മുഴുവൻ തുണി കൊണ്ട് പൊതിഞ്ഞ് ആ ചെറിയ പെൺകുട്ടിയുടെ കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തി ആ അമ്മയെ കൊണ്ട് ഒരു പേപ്പർ കൊടുത്ത് അതിലെ മന്ത്രങ്ങൾ വായിപ്പിക്കുകയാണ്. അവർ ആ മന്ത്രങ്ങൾ വായിക്കാൻ കൂട്ടാക്കാത്തപ്പോൾ മകളെ കൊല്ലുമെന്നും ഹസ്ബൻഡിനെ കൊല്ലുമെന്നും പറഞ്ഞ് അവരെ പേടിപ്പിച്ച് അത് അവരെ കൊണ്ട് ഫോഴ്സ്ഫുള്ളി വായിപ്പിക്കുന്നു. അവരത് വായിക്കുന്നതിനനുസരിച്ച് അതിൽ മന്ത്രങ്ങൾ തെളിഞ്ഞു വരുന്നതും അത് എന്തോ ഒരു പവറായി മാറുന്നതും നമുക്ക് കാണാം. ഈ മന്ത്രങ്ങൾ വായിക്കുന്നതിനനുസരിച്ച് ആ ബന്ദിയാക്കി വെച്ചിരിക്കുന്ന തുണിയിൽ പൊതിഞ്ഞിരിക്കുന്ന മനുഷ്യന്റെ വായിൽ നിന്ന് രക്തം വല്ലാണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് സാധാരണ രക്തമല്ല, കറുത്ത നിറത്തിലെ വല്ലാത്തൊരു പേടിപ്പെടുത്തുന്ന പോലെയുണ്ട്. ഈ ടീം ഇവരെ ഇത് ചെയ്യിക്കുന്ന ആളുകളാകട്ടെ ഇവരെ കൊള്ളയടിക്കാൻ വന്നതാണെന്നാണ് ആദ്യം ഇങ്ങനെ ബന്ദിയാക്കി വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത്. പക്ഷെ അതല്ല, ഇവരെന്തോ ഒരു മന്ത്രവാദം ഈ ആളുകളെ കൊണ്ട് ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിക്കുകയാണ്. മന്ത്രങ്ങൾ ചൊല്ലുന്നതിനനുസരിച്ച് രക്തം വരുന്നതിനോടൊപ്പം തന്നെ അയാളുടെ വായിൽ നിന്ന് ഒരു കത്തിയും അവർ ഇങ്ങനെ വലിച്ചെടുക്കുന്നു. ഇതേ സമയം ആരൊക്കെയോ കതക് തുറന്ന് അകത്തേക്ക് വരാനായി ശ്രമിക്കുന്നതും നമുക്ക് കാണാം. അവർ ആ കത്തി എടുത്തു തീരുമ്പോഴേക്കും ആ മന്ത്രങ്ങൾ വായിച്ചുകൊണ്ടിരുന്ന സ്ത്രീ ജീവനറ്റ് താഴെ വീഴുന്നു. കൂടാതെ ആ മനുഷ്യന്റെ കാര്യം പറയണ്ടല്ലോ, അയാളുടെയും കഥ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് കതക് തുറന്ന് കുറച്ചു പേര് അകത്തേക്ക് വരുന്നത്. അവർ പോലീസ് ഉദ്യോഗസ്ഥരാണ്. അകത്തുണ്ടായിരുന്ന ഈ ആളുകളെ വെടിവെച്ചു കൊന്ന് ഇപ്പോൾ അവിടെ ജീവനോട് അവശേഷിക്കുന്ന ആ പെൺകുട്ടിയെ അവർ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നു. പക്ഷെ ആ സമയം ആ പെൺകുട്ടി അവളുടെ അമ്മയുടെ പേര് ചൊല്ലി അലമുറയിടുന്നുണ്ടായിരുന്നു. ഇപ്പോഴേ വർഷങ്ങൾക്ക് മുന്നേ നടന്ന ഈ ഒരു കാര്യം സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുന്നതാണ് നമ്മുടെ കഥാനായികയായ ലിൻഡ. അവൾ മറ്റാരുമല്ല, നമ്മൾ മുന്നേ കണ്ട അച്ഛനെയും അമ്മയും ആ ഒരു വല്ലാത്ത ഒരു ഇൻസിഡന്റിലൂടെ നഷ്ടപ്പെട്ട അതേ കൊച്ചു പെൺകുട്ടി തന്നെയാണ്. അവളിപ്പോൾ ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയാണ്. അവളുടെ ലൈഫിൽ നടന്ന ആ ഒരു സംഭവം അവളെ മാനസികമായും വല്ലാതെ ബാധിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് അവൾക്ക് അതൊരു ദുസ്വപ്നമായി വന്നു പോകാറുണ്ട്. പാർട്ടിയുമായി ജോലി ചെയ്യുന്ന ഒരു സൂപ്പർ മാർക്കറ്റിലേക്കാണ് ലിൻഡ പോകുന്നത്. അവിടേക്ക് അവളുടെ സ്കൂളിലെ സഹപാഠിയായ ഡിയാൻ എത്തുന്നു. ഡിയാൻ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. അവളുടെ ഇപ്പൊ തന്നെ ലൈവ് സ്ട്രീമിംഗ് ചെയ്യുന്നു. ആ കൂട്ടത്തിൽ ലിൻഡയോടും വന്ന് ജോയിൻ ചെയ്യാനായി പറയുമ്പോൾ ലിൻഡ അതിലൊന്നും വലിയ താല്പര്യമില്ലാതെ ജോലി ചെയ്യാണ്. ഈ സമയത്താണ് നമ്മൾ മറ്റൊരു ഗ്യാങ്ങിനെ കാണുന്നത്. അത് ലിൻഡയുടെ ഒക്കെ സീനിയേഴ്സ് ആയിട്ട് വരും. അതിലുള്ളത് ജെസിക്കയും ബെന്നും മറ്റൊരു പെൺകുട്ടിയും ഒക്കെയാണ്. ഈ ജെസിക്ക തനിക്ക് സോഷ്യൽ മീഡിയയിൽ അധികം ഫോളോവേഴ്സ് ഇല്ല, ദേ ആ സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന പെണ്ണിന് വരെ എന്തോ ഒരു ഫോളോവേഴ്സാ എന്നൊക്കെ സങ്കടപ്പെടുമ്പോൾ ഹോണ്ടഡ് ആയ എന്തെങ്കിലും സ്ഥലങ്ങളിലൊക്കെ പോയി വീഡിയോസ് ഒക്കെ ഇട്ടാ അത് പെട്ടെന്ന് വൈറലാകും. അതുവഴി നമുക്ക് ഫോളോവേഴ്സിനെ കൂട്ടാമെന്ന ഒരു ഐഡിയ വരുന്നു. തുടർന്ന് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പോകാൻ ഇവർ പ്ലാൻ ചെയ്യുമ്പോൾ ഈ ഗ്രൂപ്പിലെ തന്നെ മറ്റു മെമ്പേഴ്സായ അലക്സിനെയും എറിക്കിനെയും ഇതൊക്കെ അവർ ഇൻഫോം ചെയ്യുന്നു. ചുമ്മാ അങ്ങ് പോയി ഹോണ്ടഡ് ആയ സ്ഥലത്തൊന്ന് വീഡിയോ ഇട്ടിട്ട് കാര്യമില്ല, നമ്മളൊരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി അത് കുറച്ചുകൂടെ സ്പൈസി ആക്കണം എന്നവർ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നു. ഇവിടെ അടുത്ത് ഹോണ്ടഡ് ആയ ഒരു ബിൽഡിംഗ് ഉണ്ട്. പക്ഷെ അവിടെ സെക്യൂരിറ്റി ഉള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ എളുപ്പം അകത്തേക്ക് കടക്കാൻ പറ്റില്ല. ഈ ഒരു സെക്യൂരിറ്റി ഗാർഡും ആ ലിൻഡയും തമ്മിൽ നല്ല പരിചയക്കാരാ. അവളോട് ഹെൽപ്പ് ചോദിച്ചാൽ നമുക്ക് ഈസിയായിട്ട് അകത്ത് പോകാന്ന് ഒരു ടോക്ക് വരുമ്പോൾ ബെൻ നേരെ ലിൻഡയുടെ അടുത്ത് ചെന്ന് നീ ഇന്ന് നൈറ്റ് ഞങ്ങള് ആ ഹോണ്ടഡ് സ്ഥലത്ത് പോകുമ്പോൾ കൂടെ വരണമെന്ന് ആവശ്യപ്പെടുന്നു. പക്ഷെ അവൾ എനിക്ക് നൈറ്റ് ഇവിടെ ഷിഫ്റ്റ് ഉള്ളതാ, അറിയാലോ, ഇതിൽ നിന്ന് കിട്ടുന്ന കാശും കൊണ്ടാ എന്റെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്, അതുകൊണ്ട് വരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ജെസിക്ക അവളുടെ കമ്മൽ ഊരി കൊടുക്കുന്നു. ദേ ഇത് നീ പണയം വെക്കുവോ വിൽക്കുവോ എന്ത് വേണമെങ്കിലും ചെയ്തോ, വേണമെങ്കിൽ ഇനി ഞാൻ ക്യാഷ് തരാം, പക്ഷെ നീ ഇന്ന് വന്നേ പറ്റൂ, എനിക്കിത് അത്ര അത്യാവശ്യമാണെന്നും പറഞ്ഞു അവളോട് പറയുമ്പോൾ അവൾക്ക് പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല, കൂടെ ചെല്ലുന്നു. അങ്ങനെ ആ സെക്യൂരിറ്റിയോട് ജസ്റ്റ് ഈ ഒരു സ്ഥലത്തിന്റെ ഒന്ന് ഫോട്ടോയും വീഡിയോസും ഒക്കെ ഒന്ന് എടുക്കാനാണെന്ന് പറഞ്ഞ് സംസാരിച്ച് അകത്തേക്ക് കടക്കുന്നു. അവിടെ എത്തിയ പാടെ ജെസിക്ക അവളുടെ സോഷ്യൽ മീഡിയയില് ലൈവ് സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. മുന്നേ പറഞ്ഞതുപോലെ ഇവര് സ്ക്രിപ്റ്റ് ചെയ്ത് അലക്സ് ഒരു പ്രേതത്തെ പോലെ വേഷം മാറി ചില സീക്വൻസുകളൊക്കെ അവിടെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അപ്പോഴാണ് ലിൻഡ ഇവർ ഇങ്ങനെയൊക്കെ പണി ഒപ്പിക്കുന്നുണ്ട് എന്നറിയുന്നത്. എന്തായാലും അപ്പോഴേക്കും അവിടെ റേഞ്ച് പോകുന്നു. ചേടാ നല്ല രീതിയിൽ ലൈവ് പൊക്കോണ്ടിരിക്കുകയായിരുന്നു എന്ന് അവളിങ്ങനെ സങ്കടപ്പെടുമ്പോൾ അപ്പോഴാണ് അവരെല്ലാവരും ഇനി ആ ഒരു ഭാഗത്തേക്ക് പോകരുത് എന്ന രീതിയിൽ ഒരു കോഷൻ സ്ട്രിങ്സ് ഒക്കെ വെച്ച് കെട്ടിയിരിക്കുന്നത് കാണുന്നത്. ഇവരങ്ങോട്ടേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നു. അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു ഡോറിന്റെ അവിടെ ഇതുപോലെ തടഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റൂമിനകത്തായിരിക്കും എന്തോ ഉള്ളതെന്ന പ്ലാനിങ്ങിൽ അവർ ആ റൂം തുറന്ന് അകത്തേക്ക് പോകാൻ നോക്കുന്നു. ഡോറ് തുറന്നു കഴിയുമ്പോൾ ആരകത്തേക്ക് ആദ്യം പോകും എന്നൊരു ടോക്ക് വരുന്നു. പയ്യന്മാരെല്ലാം ലേഡീസ് ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ശരി ഞാൻ പോകാം, എന്നാൽ എത്രയും പെട്ടെന്ന് ഇത് കഴിഞ്ഞ് തിരിച്ചു പോകാൻ പറ്റുമെന്നും പറഞ്ഞ് ലിൻഡ ആദ്യം അകത്തേക്ക് പോകുന്നു. അങ്ങനെ അകത്ത് ചെന്ന് സ്ട്രീം ചെയ്യാനായി നോക്കുന്ന ടീമാണ് ആ റൂമിന്റെ മൂലയ്ക്ക് എന്തോ ഒന്ന് ആടുന്നതായി അവർ കാണുന്നത്. എല്ലാവരും വളരെ പേടിക്കുന്നുണ്ടെങ്കിലും ഒരു പയ്യൻ മുന്നേക്ക് ചെന്ന് അതെന്താണെന്ന് നോക്കുമ്പോഴാണ് ഒരു ലൈറ്റിന്റെ മുകളിൽ എന്തോ തുണി വെച്ച് മൂടിയിരിക്കുകയായിരുന്നു. ആ സ്റ്റാൻഡ് കിടന്ന് കാറ്റ് താടിയതാണ് എന്ന് മനസ്സിലാവുന്നത്. സത്യത്തിൽ ആദ്യം എല്ലാവരും പേടിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ടീം നെറ്റ് കിട്ടുന്നില്ലല്ലോ എന്ന ടെൻഷനിലാണ് ജെസിക്ക. അപ്പോഴാണ് അവിടെ തറയിൽ കുറെ പേപ്പറുകൾ എന്തോ ഒന്ന് മറയ്ക്കുന്നത് പോലെ നിരത്തി വെച്ചിരിക്കുന്നത് കാണുന്നത്. പേപ്പർ മാറ്റി നോക്കുമ്പോൾ എന്തോ വലിയ കളവും സിമ്പിളും ഒക്കെ ഉണ്ട്. ഇതെന്താണെന്ന് ആർക്കും മനസ്സിലാവുന്നില്ലെങ്കിലും ഇത് കാണുമ്പോൾ നല്ലൊരു പരിചയം ഇതിനോട് ലിൻഡയ്ക്ക് തോന്നുന്നുണ്ട്. അവൾ അപ്പോഴാണ് അവളുടെ കുട്ടിക്കാലത്ത് നടന്ന ആ ഒരു ഇൻസിഡന്റ് ഓർക്കുന്നത്. അന്ന് അവളുടെ ലൈഫിൽ അച്ഛനെയും അമ്മയും എന്തോ ഒരു പൈശാചിക കർമ്മം കുറച്ച് പേര് ചെയ്യിപ്പിച്ചിരുന്നില്ല. അത് ഈ ഒരു സ്ഥലത്ത്
സ്ഥലത്തായിരുന്നു എന്നത് അവൾക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നു. പേടിയാവുന്നുണ്ട്, അവൾക്ക് ഇവിടെ നിന്ന് പോകണമെന്നുണ്ട്. പക്ഷെ ഇവരുണ്ടോ കേൾക്കുന്നു. അലക്സ് എന്ന പയ്യൻ അവിടെ ഇളകിക്കിടന്ന ടൈൽസ് മാറ്റുമ്പോൾ അകത്തേക്ക് ചെറിയൊരു കുഴി കാണുന്നു. അവൻ കൈയിടുമ്പോ ഒരു പാമ്പിന്റെ അസ്ഥി കാണുന്നു. കൂടാതെ വീണ്ടും കൈയിടുന്നവൻ കിടന്ന് അലറിപ്പെടയാണ്. അതുകൊണ്ട് അവൻ എന്തോ പറ്റിയെന്ന് കരുതി കൂട്ടുകാർ പേടിക്കുമ്പോ അവൻ അവരെ പ്രാങ്ക് ചെയ്തതായിരുന്നു. ഈ സമയത്ത് തന്നെ നിനക്ക് ഇത് കാണിക്കണം അല്ലേടാന്ന് അവര് ദേഷ്യപ്പെടുമ്പോ അല്ലല്ലതേ ഒരു സാധനം കൂടി ഉണ്ടെന്നും പറഞ്ഞ് അവൻ ഒരു പേപ്പർ ഷീറ്റ് പോലെ ഒരു സാധനം എടുക്കുന്നു. എന്നിട്ട് അവർ അത് എന്താണ് എന്ന് പരിശോധിക്കുമ്പോ ഇത് വെച്ചാണ് തന്റെ അമ്മയെ കൊണ്ടന്ന് കർമ്മം ചെയ്യിപ്പിച്ചത് എന്നറിയാവുന്ന ലിൻഡ ഇത് നിങ്ങൾ വായിക്കരുത്, ഇത് ചെയ്യരുത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവർ കേൾക്കുന്നില്ല. അവർക്ക് അതിലെ അക്ഷരങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ലെങ്കിലും അവരതിന്റെ ഫോട്ടോസ് എടുക്കുമ്പോൾ ആ ഫ്ലാഷ് അടിക്കുന്ന ടീം അതിലൊരു അക്ഷരങ്ങൾ ഇതുപോലെ തെളിയുന്നത് ലിൻഡ കാണുന്നുണ്ട്. അവൾ ഇത് കണ്ടില്ലേ, ഇത് അപകടവാ, ഇത് വേണ്ടെന്ന് അവരോട് വാണിംഗ് കൊടുക്കുമ്പോൾ അവര് പക്ഷെ കേൾക്കാതെ അവരെ വിശ്വസിപ്പിക്കാനായി ലിൻഡയ്ക്ക് കൊടുക്കുമ്പോൾ അത് വായിക്കേണ്ടി വരുന്നു. അവൾ അത് വായിച്ചു തീരുമ്പോഴേക്കും അവിടെ ആകെ മൊത്തത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുന്നു. ജനലില് പടപടാന്ന് ഇടിക്കുന്ന സൗണ്ട് നോക്കുമ്പോ ഈ ചീവീടുകളില്ലേ അത് കൂട്ടത്തോടെ വന്ന് ജനാലയില് ഇടിച്ചത് മരിച്ചു വീണുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇങ്ങോട്ടേക്ക് വരാനുണ്ടായിരുന്ന ധൈര്യം ഇവർക്ക് ഒന്നും തന്നെ ഇല്ല. ഇവർക്കിപ്പോ റൂമിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ. എല്ലാവരും ഒരു അദൃശ്യ ശക്തി പിടിച്ച് നിർത്തുന്നത് പോലെ തറയിൽ കണ്ട ആ ഒരു റൗണ്ടിനകത്തേക്ക് വന്നു നിൽക്കുന്നു. അവർ വന്ന് നിന്ന പാടെ ആ ഒരു റൗണ്ടിൽ ഉണ്ടായിരുന്ന സിംബൽസിനും ലെറ്റേഴ്സിനും ഒക്കെ എന്തോ ഒരു പവർ വന്നതുപോലെ അതെല്ലാം ഗ്ലോ ആവുകയും ഉടനെ അത് പൊട്ടി താഴേക്ക് പോവുകയും ചെയ്യുന്നു. ഇവരെല്ലാവരും ചെന്ന് വീഴുന്നത് ഒരു വെള്ളക്കെട്ടിലേക്കാണ്. ലിൻഡ ആകട്ടെ ഈ വെള്ളത്തിൽ നിന്ന് നീന്തി മുകളിലേക്ക് ചെന്ന് കരയിലേക്ക് കയറുമ്പോൾ അവൾ ഉണ്ടായിരുന്ന ഒരു മുറിയിലല്ല തിരിച്ചു ചെന്നിരിക്കുന്നത് ഒരു കാട് പോലത്തെ സ്ഥലമാണെന്ന് മനസ്സിലാവുന്നു. എങ്ങനെ ഇവിടെ വന്നു എന്നത് അവൾക്കറിയില്ല. അവൾ ആകെ പാനിക് ആവുന്ന ഇതേ ടീം നമ്മൾ മറ്റുള്ളവരെ കാണുമ്പോൾ അവർ ഓരോരുത്തരായി വെള്ളത്തിൽ നിന്ന് നീന്തി കരയിലേക്ക് എത്തുമ്പോൾ അവരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു റൂമിൽ തന്നെയാണ്. അങ്ങനെ ഓരോരുത്തരായി കയറി കഴിഞ്ഞാണ് രണ്ടുപേരും മിസ്സിംഗ് ആണെന്ന കാര്യം മനസ്സിലാവുന്നത്. ഒന്ന് ജെസിക്കയും മറ്റേത് ലിൻഡിയും. എറിക്ക് അവരെ അന്വേഷിച്ച് വീണ്ടും തിരിച്ച് വെള്ളത്തിലേക്ക് ചാടുന്നുണ്ടെങ്കിലും അവൻ അവരെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. അവൻ തിരിച്ചെത്തുന്നത് ഇതേ റൂമിലേക്ക് തന്നെയാണ്. ഇതേ ടീം നമ്മളെ ലിൻഡയെ കാണുമ്പോൾ അവളിപ്പോ വന്ന് പെട്ടിരിക്കുന്ന സ്ഥലം ഏതാണെന്ന് പോലും മനസ്സിലാവുന്നില്ല. പക്ഷെ ഒരു ശ്മശാനം പോലെയുണ്ട്. അവൾ അതിലൂടെ എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണമെന്ന് അറിയാതെ പാനിക്കായി നടക്കുമ്പോ പെട്ടെന്ന് ശവക്കല്ലറയിൽ ഒരു കൈ പൊങ്ങി വന്ന് അവളെ വലിച്ച് താഴെ ഇടുന്നു. അതിനുശേഷം ആ ഒരു ശവം എഴുന്നേറ്റ് അവളെ ആക്രമിക്കാൻ നോക്കുകയാണ്. അതിന്റെ കയ്യിൽ ഒരു കത്തിയുണ്ട്. കണ്ണ് കാണാത്ത ആ ശവം ലിൻഡയുടെ ശബ്ദം കേട്ട് അവൾ എവിടെയാണുള്ളതെന്ന് മനസ്സിലാക്കി അവളെ തലങ്ങും വിലങ്ങും വെട്ടാനായി കത്തി ഓങ്ങുന്നു. ഈ ഒരു സമയം കയ്യിൽ നിന്ന് ഫോൺ തെറിച്ച് താഴെ വീഴുകയും അതിലെ ഫ്ലാഷ് ഓൺ ആയി അത് ഈ ഒരു ശവത്തിന്റെ മേത്തടിക്കുമ്പോ അതിന് അത് വല്ലാതെ ഡിസ്റ്റർബൻസ് ആയി ശരീരമൊക്കെ പുകയുമ്പോ അത് ഡിസ്ട്രാക്റ്റഡ് ആവുന്ന ഗ്യാപ്പിന് ആ മൊബൈലും എടുത്തുകൊണ്ട് ലിൻഡ അവിടെ നിന്ന് ഓടുന്നു. അവൾ നേരെ ചെന്ന് വീഴുന്നത് ഒരു കുഴിയിലാണ്. അവിടെയും ഒരുപാട് പ്രേത കൈകൾ അവളെ ആക്രമിക്കുമ്പോൾ മുന്നേ മനസ്സിലാക്കിയതുപോലെ ഫ്ലാഷ് ലൈറ്റ് അടിച്ച് ആ ഒരു കൈകളെ ഡിസ്ട്രാക്ട് ചെയ്താണ് അവൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്നത്. ഇതേ സമയം ഇപ്പുറത്ത് നമ്മൾ ആ ഗ്യാങ്ങിനെ കാണുമ്പോൾ അവർ ആ ബിൽഡിങ്ങിന് ഒരുവിധം ഓടി പുറത്തേക്ക് എത്തുന്നുണ്ടെങ്കിലും പുറത്തോട്ടുള്ള ഗേറ്റുകളെല്ലാം ലോക്കായി കിടക്കുന്നു. അവർ മുന്നേ പെർമിഷൻ ചോദിച്ച് അകത്തേക്ക് പോയ സെക്യൂരിറ്റിയുടെ അടുത്തേക്ക് ചെന്ന് ആ ഫ്ലോറിൽ വലിയൊരു കുഴി ഉണ്ടായി. ഞങ്ങളുടെ 2 ഫ്രണ്ട്സ് അതിലേക്ക് വീണുപോയി, അവരിപ്പോ കാണുന്നില്ല, ആ കുഴിക്കകത്ത് മൊത്തം വെള്ളമായിരുന്നു എന്നെല്ലാം പറയുമ്പോ എന്താ അകത്ത് പോയി ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റ് ആയിട്ട് കഥ മെനയാണോ? ആ ഫ്ലോറിൽ ഒരു കുഴി, അതും അതിലെ വെള്ളം, ഞാൻ വിശ്വസിക്കണോ? പിന്നെ 2 പിള്ളേർ കാണുന്നില്ലെന്നോ? ഞാൻ നിന്നോടൊക്കെ മര്യാദയ്ക്ക് അകത്ത് പോകുമ്പോഴേ നോക്കിയും കണ്ടും തിരിച്ച് വരണമെന്ന് പറഞ്ഞതല്ലേ? എന്തായാലും ഇനിയിപ്പോ പോലീസ് വരട്ടെ, അല്ലെങ്കിൽ എന്റെ പണി പോകും. അതുകൊണ്ട് എല്ലാം ഇവിടെ തന്നെ നിൽക്കാനായി സെക്യൂരിറ്റി അവരോട് പറയുന്നു. വീണ്ടും നമ്മൾ ലിൻഡയെ കാണുമ്പോൾ അവളിപ്പോ ഒരു കൊട്ടാരം പോലെയുള്ള ഒരു കെട്ടിടത്തിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു. അകത്തേക്ക് ചെല്ലുന്ന അവൾ അവിടെ ചുവപ്പ് ഡ്രസ്സ് ധരിച്ചിരിക്കുന്ന ഒരു സ്ത്രീയുടെ വലിയൊരു പിക്ചർ കാണുന്നു. മുന്നോട്ട് പോകുമ്പോൾ ഒരു പാവയുടെ തല, അത് ഈ മന്ത്രവാദം ഒക്കെ ചെയ്യാനായി ഉപയോഗിക്കുന്നത് പോലെയുണ്ട്. അത് കയ്യിൽ പിടിച്ച് അവൾ നോക്കുമ്പോൾ അവിടെ അങ്ങനത്തെ ഒട്ടനേകം പാവത്തലകൾ തൂക്കിയിട്ടിരിക്കുന്നത് കാണാം. അവൾ അത് അവിടെ കൊണ്ടുവച്ച് തിരിയുമ്പോഴാണ് ഒരു മുറിയിൽ ഒരു പ്രേതരൂപത്തിന്റെ അടുത്ത് ജെസിക്ക നിൽക്കുന്നത് അവൾ കാണുന്നത്. അവൾ ആ പ്രേതം തന്നെ കാണാതിരിക്കാനായി മാറി നിന്ന് ഒളിഞ്ഞു നോക്കുമ്പോൾ പ്രേതരൂപത്തെ കാണുന്നില്ല. അവൾ വേഗം തന്നെ അത് മാറിയെന്ന് വിചാരിച്ച് ജെസിക്കയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ജെസിക്ക മുന്നേ കണ്ട രൂപത്തിലല്ല, മുന്നേ ഫോട്ടോയിൽ കണ്ട ആ ഒരു സ്ത്രീയുടെ ഗെറ്റപ്പിലായിരുന്നു നിൽപ്പുണ്ടായിരുന്നത്. നിനക്ക് എന്താ പറ്റിയ, ആര് നിന്നോട് ഇങ്ങനെ ചെയ്തത് എന്നെല്ലാം അവൾ ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് വീണ്ടും ആ പ്രേതരൂപം ഇവരെ ആക്രമിക്കാനായി വരുന്നത്. തന്റെ കയ്യിലുള്ള ഫ്ലാഷ് അടിച്ച് അതിനെ എതിർക്കാനായി ലിൻഡ നോക്കുന്നുണ്ട്. പക്ഷെ അത് ഒന്ന് പത്തി മടക്കുന്നുണ്ടെങ്കിലും വീണ്ടും ശക്തിയോടെ അവളെ ആക്രമിക്കുന്നു. ഇതേ ടീം ആ ഫ്ലോറിലേക്ക് വന്ന് സെക്യൂരിറ്റി നോക്കുമ്പോൾ എങ്ങനെ ഇത്രയും വെള്ളം ഇവിടെ വന്നു എന്നത് അയാൾക്ക് മനസ്സിലാവുന്നില്ല. പൈപ്പൊന്നും പൊട്ടിയാ ഇത്രയും വെള്ളം വരില്ലല്ലോ എന്ന് അയാൾ ചിന്തിച്ച് നിൽക്കുമ്പോൾ ഞങ്ങളുടെ കൂട്ടുകാരികള് ഇതിൽ പോയി, അവരെ പറ്റി ഇപ്പൊ അറിയില്ല എന്ന് ഈ ഗ്യാങ് പറയുമ്പോ എന്തായാലും അത് അറിഞ്ഞിട്ട് നീയൊക്കെ പോയാ മതി എന്ന് പറഞ്ഞ് സെക്യൂരിറ്റി ഇങ്ങനെ നിൽക്കുകയാണ്. ആ ടീം അലക്സ് എറിക്കിനെ വിളിച്ച് ഇയാൾ ഇവിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിന്നാ നമുക്ക് ഇതിന് എസ്കേപ്പ് ആവാൻ സാധിക്കില്ല, നമുക്ക് നമ്മുടെ കാര്യം സേഫ് ആക്കണ്ടേ, ഇയാളെ തട്ടിയിട്ട് നമുക്ക് എസ്കേപ്പ് ആയാലോ എന്നെല്ലാം അലക്സ് പ്ലാൻ ചെയ്യുമ്പോഴാണ് കൂട്ടത്തിലുണ്ടായിരുന്ന പെൺകുട്ടി അവിടെ കിടന്ന ചില പേപ്പറുകൾ ശ്രദ്ധിക്കുന്നത്. അതിൽ ഈ ഒരു വട്ടം തകർന്ന് കിണറായതുപോലെ ചില സിമിലർ പിക്ചേഴ്സ് ഒക്കെ ഉണ്ട്. അവരങ്ങനെ ആ ഓരോ പിക്ചേഴ്സും എടുത്ത് അത് ഡീകോഡ് ചെയ്ത് എന്താണ് ഇതിന്റെ ഒക്കെ അർത്ഥം എന്നത് മനസ്സിലാക്കാനായി ശ്രമിക്കുന്നു. ഒരു വ്യത്യസ്തമായ കത്തിയുടെ ചിത്രമുണ്ട്. ആ കത്തി ഉപയോഗിച്ച് ആളുകളെ കൊന്ന് എന്തോ ഒരു ദുർമന്ത്രവാദം ചെയ്തുകൊണ്ടിരുന്ന ചുവപ്പ് ഡ്രസ്സ് ധരിച്ച ഒരു സ്ത്രീയുടെ പിക്ചറുണ്ട്. ആ സ്ത്രീയെ എതിർത്ത ഒരു കൂട്ടം ആളുകളും ഒടുക്കം അതിൽ നിന്ന്
എല്ലാവരെയും ആ സ്ത്രീ കൊന്നു രക്ഷപ്പെട്ടു വന്ന ഒരേ ഒരാളുടെ ചിത്രമുണ്ട്. ഒപ്പം ഈ ഒരു കിണർ വഴി മറ്റൊരു വേൾഡുമായി കണക്ട് ചെയ്യാൻ സാധിക്കുമെന്നും അവിടെ നടന്ന കാര്യങ്ങളാണ് ഇതെന്നും അവിടെ ഇതുപോലൊരു കൊട്ടാരം കണക്കൊരു വീടുണ്ടെന്നതുമൊക്കെ ആ ഒരു പിക്ചേഴ്സിൽ നിന്ന് ഡീകോഡ് ചെയ്യുന്ന ഇവർക്ക് അപ്പോ ഒരു പക്ഷേ ഈ ഒരു കിണറ്റിലൂടെ ചെന്നെത്താൻ സാധിക്കുന്ന ആ ഒരു വേൾഡിലായിരിക്കുമോ ജെസിക്കയും ലിൻഡയും ഇപ്പോ പെട്ടുകിടക്കുന്നത് എന്ന ഡൗട്ട് വരുന്നു. അങ്ങനെ വീണ്ടും ലിൻഡയെ കാണുമ്പോൾ അവളെ ആക്രമിച്ചുകൊണ്ടിരുന്ന ആ പ്രേതത്തെ തിരിച്ചാക്രമിച്ച് ജെസിക്കയുമായി രക്ഷപ്പെടാനായി നോക്കുമ്പോഴാണ് ലിൻഡ ആ പ്രേതത്തിന്റെ കയ്യിൽ വർഷങ്ങൾക്ക് മുന്നേ ഇവളുടെ കുടുംബത്തിന് പറ്റിയ ആ ഒരു സംഭവത്തിൽ മന്ത്രങ്ങൾ ചൊല്ലി ശരീരത്തിൽ നിന്ന് എടുത്ത ആ ഒരു വ്യത്യസ്തമായ കത്തിയില്ലേ അത് അവിടെ രക്തക്കറയോടുകൂടി കിടക്കുന്നത് കാണുന്നത്. അവൾ ആ കത്തി കയ്യിലേക്ക് എടുക്കുമ്പോൾ ആ ഫോട്ടോയിൽ കണ്ട അതേ സ്ത്രീയുടെ പ്രേതം ഇവരെ ആക്രമിക്കാനായി വരുന്നു. വേഗം തന്നെ ജെസിക്കയും വിളിച്ചോണ്ട് ലിൻഡ ആ ഒരു വെള്ളക്കെട്ടിന്റെ അങ്ങോട്ടേക്ക് ഓടാണ്. കാരണം വെള്ളക്കെട്ട് വഴിയല്ലേ ഇങ്ങോട്ട് വന്നത്. ഓടി ലിൻഡ ചാടുന്നുണ്ടെങ്കിലും ജെസിക്ക ചാടാൻ സാധിക്കാതെ വായുവിൽ പറന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ ടീം സെക്യൂരിറ്റി അടിച്ചിട്ട് പുറത്തേക്ക് കടക്കാനുള്ള താക്കോലും വാങ്ങി എസ്കേപ്പ് ആവാനായി ഇവർ ശ്രമിക്കുമ്പോൾ അപ്പോഴാണ് അവിടുത്തെ വെള്ളം മൊത്തവും കലങ്ങി മറിയുന്നത്. എന്താ ഇതെന്ന് മനസ്സിലാവാതെ അവർ നോക്കുമ്പോൾ ആദ്യം ലിൻഡയാണ് എത്തുന്നത്. ലിൻഡ പാതി മയക്കത്തിലാണ്. പക്ഷെ അവൾ ജെസിക്ക അവിടെയുണ്ട് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജെസിക്കയ്ക്ക് എന്തായിരിക്കും പറ്റിയതെന്ന് മനസ്സിലാവാതെ ഇവർ നിൽക്കുമ്പോൾ അടുത്തതായി ജെസിക്കയും വെള്ളത്തിന് മുകളിലേക്ക് എത്തുന്നു. അവൾ ഒട്ടും അനക്കമില്ലാതെ ഇരിക്കുകയാണ്. എല്ലാവരും അവൾക്ക് എന്ത് പറ്റിയെന്ന് പേടിച്ച് തട്ടി വിളിക്കുമ്പോൾ പെട്ടെന്ന് കണ്ണ് തുറക്കുന്ന അവളെ കണ്ട് എല്ലാവരും പേടിക്കുന്നു. കാരണം കൃഷ്ണമണി കണ്ണിൽ ഉണ്ടായിരുന്നില്ല. കൂടാതെ അവൾ ഒരു പ്രേതത്തെ പോലെ ഇങ്ങത്താ എന്റെ സാധനം ഇങ്ങത്താ എന്റെ ലോകത്തുനിന്ന് എടുത്തോണ്ട് വന്ന സാധനം ഇങ്ങത്താ എന്നിങ്ങനെ പറയുന്ന ടീം ലിൻഡയുടെ കയ്യിലുള്ള ആ കത്തിയുടെ കാര്യമാണ് അവൾ പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ലിൻഡ ആകട്ടെ ഈ നടക്കുന്ന കാര്യങ്ങൾ മൊബൈലിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ ജെസിക്കയെ ഒരു പപ്പറ്റാക്കി വെച്ച് ആ ഒരു റെഡ് ഡ്രസ് ഇട്ട സ്ത്രീയുടെ പ്രേതം അവളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നതാണെന്ന് അതിൽ പതിയുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ കണ്ട് വിശ്വസിക്കാതെ സെക്യൂരിറ്റി പിള്ളേരെ ചുമ്മാ പ്രാങ്ക് കാണിക്കല്ലേ, ഒന്ന് പോയെ മനുഷ്യനെ മെനക്കെടുത്താതെ എന്ന് പറഞ്ഞ് അവളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ കയ്യിൽ കിട്ടിയ കോടാലി എടുത്ത് ജെസിക്ക അയാളുടെ കൈപ്പത്തി വെട്ടി മാറ്റുന്നു. ശേഷം അയാളുടെ കഴുത്തിൽ കോടാലി വെക്കുന്നുണ്ടെങ്കിലും എന്തോ ഒന്ന് ആലോചിച്ച് കൊല്ലാതെ വെള്ളത്തിലേക്ക് തള്ളിയിടുകയാണ് ചെയ്യുന്നത്. അപ്പോഴേക്കും ഇതെല്ലാം കണ്ട് കൂട്ടുകാര് പേടിച്ച് പുറത്തേക്ക് ഓടുന്നു. പക്ഷെ ലിൻഡ മാത്രം പുറത്തേക്ക് ഓടാതെ അവിടെ നിന്ന് ജെസിക്കയെ എങ്ങനെ ഈ പ്രേതത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുത്തും എന്നാലോചിക്കുകയായിരുന്നു. ലിൻഡ ജെസിക്കയുടെ മുഖത്തേക്ക് ഫ്ലാഷ് അടിക്കുമ്പോൾ പെട്ടെന്ന് ആ ഒരു പ്രേതം ഡിസ്ട്രാക്റ്റഡ് ആയി അവളെ വിടുന്നുണ്ട്. ജെസിക്ക നോർമൽ ആയത് കണ്ട് ലിൻഡ ഹാപ്പി ആകുന്നുണ്ടെങ്കിലും വീണ്ടും ജെസിക്ക ബാധിക്കപ്പെടുന്നു. ലിൻഡയെ അത് ആക്രമിക്കാൻ നോക്കുമ്പോൾ അത് കണ്ടെത്തുന്ന എറിക്ക് പ്രേതവുമായി ഫൈറ്റ് ചെയ്യുന്നതിന്റെ ഇടയിൽ പ്രേതം എറിക്കിനെ വെള്ളത്തിലേക്ക് തള്ളിയിടുന്നു. അതിനുശേഷം അടിച്ച് ബോധം കെടുത്തുന്നു. ഇത് കണ്ട് പ്രേതത്തെ അറ്റാക്ക് ചെയ്യാനായി അലക്സ് ഓടിയെത്തുന്നുണ്ടെങ്കിലും അവൻ നേരെ വെള്ളത്തിലേക്കാണ് വീഴുന്നത്. പക്ഷെ മുങ്ങി താഴും മുന്നേ അവൻ ആ പ്രേതത്തിന്റെ കാല് പിടിച്ചു വലിച്ച് അതിനെ വെള്ളത്തിലേക്ക് ഇടുന്നു. തുടർന്ന് അവിടെ മുഴുവൻ ഒരു മാറ്റം സംഭവിക്കുകയാണ്. അങ്ങനെ ഒരു കിണർ പോലെ അവിടെ ഉണ്ടായിരുന്നത് പോലും ഇല്ലാത്ത രീതിയിൽ അവിടെ ക്ലോസ് ആയി മുന്നത്തെ കണക്കാകുന്നു. അല്പം കഴിഞ്ഞ് ലിൻഡയ്ക്ക് ബോധം വരുമ്പോൾ അവളുടെ അടുത്തിപ്പോ ഫ്രണ്ട്സിലെ 2 പേരുണ്ട്. ബാക്കി 3 പേർ അലക്സ്, എറിക്, ജെസിക്ക ഇവർ ആ ഒരു വേൾഡില് ട്രാപ്പ് ആയി പോയിരിക്കുകയാണ്. ഇനി എങ്ങനെ അവരെ എസ്കേപ്പ് ചെയ്യും, എങ്ങനെ ജെസിക്ക ആ പ്രേതത്തിന്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കും എന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ആ ഒരു സമയത്താണ് ആ പ്രേതത്തിന് വേണ്ട കത്തി തന്റെ കയ്യിലുള്ള കാര്യം ലിൻഡ ഓർക്കുന്നത്. അവൾ ആ കത്തി എടുക്കുന്നു. അത് എടുത്ത പാടെ ആ പ്രേതം ആ കത്തിക്ക് വേണ്ടി വീണ്ടും അവിടെ ആ കിണറുണ്ടാക്കി ഇവർ ആക്രമിക്കാനായി എത്താണ്. ഈ കിണർ എന്ന് പറയുന്നത് ഒരു പോർട്ടലാണ്. മനുഷ്യരുടെ ലോകത്തേക്കും അതിന്റെ ലോകത്തേക്കും അതിന് പോയി വരാനുള്ള ഒരു പോർട്ടൽ. അങ്ങനെ തുടർന്ന് ഇവർക്കും ആ ഒരു പ്രേതത്തിനും ഇടയിൽ കത്തിക്ക് വേണ്ടി ഒക്കെ ഫൈറ്റ് നടക്കുമ്പോൾ ആ ഒരു സമയം ഈ കൂട്ടത്തിലുള്ള മറ്റൊരു പെൺകുട്ടിയും കൂടി ചേർത്ത് പ്രേതം കത്തിയെടുക്കാൻ സാധിക്കാതെ വെള്ളത്തിലേക്ക് മറിഞ്ഞു വീഴുന്നു. തുടർന്ന് തന്റെ ഫ്രണ്ട്സിനെ രക്ഷിക്കാനായി ആ കത്തിയുമായി ലിൻഡ വെള്ളത്തിലേക്ക് എടുത്തു ചാടുന്നുണ്ട്. അവൾ വീണ്ടും ആ വീട്ടിലേക്കാണ് വന്നു വീഴുന്നത്. അവിടെ അവൾ തന്റെ സുഹൃത്തുക്കളെ കെട്ടിത്തൂക്കിയ നിലയിൽ കാണുന്നു. അവൾ അത് കണ്ട് ആകെ ഞെട്ടി നിൽക്കുമ്പോഴേക്കും ആ പ്രേതം അവളെ ആക്രമിക്കുകയാണ്. അത് അവളുടെ കയ്യിൽ നിന്ന് കത്തി തട്ടിയെടുക്കുന്നു. അതിനുശേഷം ആ കത്തി കൊണ്ട് തന്നെ അവളെ കുത്തിക്കൊല്ലാനായി വരുമ്പോഴേക്കും അവളാകട്ടെ ക്ലോസ് ആയി തന്റെ അടുത്ത് നിൽക്കുന്ന പ്രേതത്തിന്റെ മുഖത്തേക്ക് തന്നെ ഫ്ലാഷ് ലൈറ്റ് അടിക്കുന്നതും അതിന്റെ മുഖത്തിന്റെ ഒരു ഭാഗം എരിഞ്ഞു പോവുകയാണ്. പക്ഷെ അതുകൊണ്ടും അടങ്ങാതെ തന്റെ സർവ്വശക്തിയും എടുത്ത് അത് ലിൻഡയെ ആഞ്ഞടിക്കുന്നു. ജനാലയുടെ ചില്ല് പൊട്ടിച്ച് പുറത്തേക്ക് ചെന്ന് വീഴുന്നു. കയ്യിലുണ്ടായിരുന്ന ഫോണും എങ്ങോട്ടേക്കോ തെറിച്ചു വീണിട്ടുണ്ടായിരുന്നു. അവളെ വീണ്ടും ആ പ്രേതം ആക്രമിക്കാനായി വരുമ്പോഴേക്കും അതിന്റെ വയറ്റിലേക്ക് ആ കത്തി കുത്തിയിറക്കുകയാണ് ബെൻ. അങ്ങനെ പ്രേതത്തിന്റെ കഥ കഴിഞ്ഞു എന്ന വിശ്വാസത്തിൽ ലിൻഡയും തട്ടി വിളിച്ച് ബെൻ കത്തിയുമായി ഇവിടെ നിന്ന് നമ്മൾ എങ്ങനെ തിരിച്ചു പോകും? ആ പോർട്ടൽ ക്ലോസ് ആയല്ലോ, നീ ആ മന്ത്രങ്ങൾ ചൊല്ലി ആ പോർട്ടൽ വരുത്ത്. എനിക്കറിയാം നിന്റെ കുടുംബത്തിൽ പണ്ട് നടന്ന കാര്യം, നിന്റെ ഫാമിലിയിലെ ആളുകൾക്ക് മാത്രമേ ഇത് ചെയ്യാൻ കഴിയൂ. അത് ചെയ്യ്, നമുക്ക് ഈ കത്തിയുമായി പോകാമെന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനെ രക്ഷിക്കണ്ടേ എന്ന് ലിൻഡ ചോദിക്കുന്നു. വേണ്ട, എനിക്ക് ഈ കത്തി മാത്രം മതി, നീ ആ പോർട്ടൽ ഓൺ ആക്കാൻ പറഞ്ഞ് ബെൻ വളരെ വ്യത്യസ്തമായി പെരുമാറുന്നു. അപ്പോഴേ ഇവനിൽ എന്തോ ഒരു പന്തുകേട് ലിൻഡയ്ക്ക് തോന്നുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും മറ്റു ഫ്രണ്ട്സ് ഇവരുടെ അടുത്തേക്ക് വരുന്നു. തുടർന്ന് എല്ലാം അവസാനിച്ചു എന്നിവർ ആശ്വസിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു സ്ത്രീയുടെ ഫോട്ടോയിൽ മുഴുവൻ രക്തം കൊട്ടി ഒഴുകുകയാണ്. കൂടാതെ വല്ലാതെ പേടിപ്പെടുത്തുന്ന ശബ്ദവും. തുടർന്ന് ഇവർ പുറത്തേക്ക് ഇറങ്ങി ഓടുമ്പോൾ അവിടെ നിരവധി ജഡങ്ങൾ ജീവൻ വെച്ച് ഇവരെ ആക്രമിക്കാൻ വരുന്നു. ഒപ്പം തന്നെ ആ ഒരു സ്ത്രീയും ഇവരെ ആക്രമിക്കാനായി എത്തിയിരിക്കുകയാണ്. വേറെ വഴിയില്ലാതെ വീണ്ടും ആ പോർട്ടൽ ഓൺ ആക്കാനായി തന്റെ അമ്മ പണ്ട് ആ ബുക്ക് വായിച്ച് മന്ത്രങ്ങൾ ചൊല്ലിയതുപോലെ മുന്നേ ഈ ഫ്രണ്ട്സിനെ വിശ്വസിപ്പിക്കാനായി അവരുടെ മുന്നിൽ വെച്ച് ആ മന്ത്രങ്ങൾ ചൊല്ലിയതുപോലെ ഒന്നുകൂടെ ആ പോർട്ടൽ ഓൺ ആക്കാനായി ആ ഒരു മന്ത്രങ്ങൾ ലിൻഡ ചൊല്ലുമ്പോൾ
ചെല്ലുമ്പോൾ അത് അവിടെ വരുന്നു. തുടർന്ന് ഓരോരുത്തരായി ചാടുന്നുണ്ട്. പക്ഷെ ബെൻ ആകട്ടെ ചാടാൻ നിൽക്കാതെ ആ കത്തിക്ക് വേണ്ടി അവിടെ കിടന്ന് അന്വേഷിക്കുകയാണ്. ഇങ്ങോട്ടുള്ള ഓട്ടപ്പാച്ചിലിനിടയിൽ കത്തി കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ടായിരുന്നു. അവൻ അതില്ലാതെ വരില്ല എന്നതും ലിൻഡയ്ക്ക് മനസ്സിലാവുന്നു. അപ്പോഴാണ് മറ്റൊരു ട്വിസ്റ്റ് റിവീൽ ആകുന്നത്. മുന്നേ ഈ നടക്കുന്ന കത്തിയും ദുരാചാരങ്ങളുമായി ബന്ധപ്പെട്ട ചില ഡ്രോയിങ്സ് കണ്ടിരുന്നില്ലേ? അതില് ഈ ഒരു ചുവന്ന വസ്ത്രധാരിയായ സ്ത്രീയെ ആക്രമിച്ച് കത്തി നേടിയെടുക്കാനായി കുറച്ച് പേര് ശ്രമിച്ചിരുന്നു. ആ ഒരു പരമ്പരയിൽപ്പെട്ട ഒരാളാണ് ബെൻ. അവൻ ലിൻഡയുടെ കുടുംബത്തിന്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് അവരെ കൊണ്ട് മാത്രമേ ഈ ഒരു മന്ത്രങ്ങൾ ചൊല്ലി പോർട്ടൽ ഓപ്പൺ ആക്കാൻ സാധിക്കൂ എന്ന് അറിഞ്ഞുകൊണ്ടാണ് തന്ത്രപരമായി ജെസിക്കയുടെ വീക്ക്നെസ്സിനെ ട്രിഗർ ചെയ്ത് ഹോണ്ടഡ് ഹൗസിൽ പോയി വീഡിയോ എടുക്കാന്നും പറഞ്ഞ് ഇവിടേക്ക് ഇങ്ങനെ എത്തിയ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തത്. അവൻ ആ കത്തി വേണം. അവൻ ആ കത്തി തിരയുന്ന സമയം ഒടുക്കം അവനത് കാണുന്നുണ്ടെങ്കിലും അവനത് എടുക്കാൻ പറ്റാത്ത രീതിയിൽ ആ പ്രേതം ആക്രമിക്കുന്നു. ഇത് കണ്ടു നിൽക്കുന്ന ലിൻഡ രക്ഷപ്പെട്ടു പോവാതെ അവനെ രക്ഷിക്കാനായി ശ്രമിക്കുന്നതിന്റെ ഇടയിൽ അവളെ ആ പ്രേതം ആക്രമിക്കാനായി നോക്കുന്നുണ്ടെങ്കിലും അവൾ ഒരുവിധം കത്തി കയ്യിലേക്ക് ഏന്തിയെടുത്ത് അതിന്റെ തലയിൽ തന്നെ കുത്തി അതിന്റെ കഥ കഴിക്കുന്നു. ശേഷം അവൾ അവിടെ ഉണ്ടായിരുന്ന ജെസിക്കയുടെ കൂടെ പോർട്ടലിലേക്ക് എടുത്തു ചാടി തിരിച്ച് പഴയ സ്ഥലത്തെത്തുന്നു. ബെൻ ഒഴിച്ച് ബാക്കി എല്ലാവരും ഇവിടെ എത്തിക്കഴിയുമ്പോഴേക്കും ആ പോർട്ടൽ ക്ലോസ് ആവുകയാണ്. അവനെ രക്ഷിക്കാനായി വീണ്ടും ആ പോർട്ടൽ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും ഇത്തവണ അവൾക്കത് കഴിയുന്നില്ല. പണ്ട് തന്റെ കുട്ടിക്കാലത്ത് തന്റെ കുടുംബത്തിന്റെ നാശത്തിലൂടെ തുടങ്ങിയ ആ ഒരു കാര്യം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു എന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. ആ കത്തിക്ക് വേണ്ടി തന്റെ കൂട്ടുകാരെ പോലും റിസ്കിൽപ്പെടുത്തി ഇത്രയും കാര്യങ്ങൾ ചെയ്ത ബെന്നാകട്ടെ ആ കത്തി കിട്ടാൻ സാധിക്കാതെ ആ ഒരു ലോകത്ത് തന്നെ കുടുങ്ങിയും പോയി. എന്തായാലും അത്യാഗ്രഹം മൂത്ത് ഇത്രയും കാര്യങ്ങൾ ചെയ്ത ബെന്നൊഴിച്ച് മറ്റെല്ലാവരും ആ ഒരു പ്രേതലോകത്ത് നിന്ന് രക്ഷപ്പെട്ടു വന്നിരിക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. ആ കത്തി കയ്യിൽ വെച്ച് ദുർമന്ത്രവാദങ്ങൾ ചെയ്യുന്ന ആ ഒരു സ്ത്രീയും ഒപ്പം ആ കത്തിക്ക് വേണ്ടി എന്തും ചെയ്തു കൂട്ടാൻ തയ്യാറെടുത്ത് നടക്കുന്ന ബെന്നും ഉൾപ്പെടുന്ന ബെന്നിന്റെ ആ ഒരു കുടുംബവും ഈ കത്തിയെ ദുരുപയോഗം ചെയ്ത് അവരുടെ കാൽ കീഴിൽ ആ കത്തിയുടെ പവർ ഉപയോഗിച്ച് ലോകത്തെ കൊണ്ടുവരാനായി ശ്രമിക്കുന്നവരാണ്. ഈ കുടുംബത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ് ലിൻഡയുടെ അച്ഛനെയും അമ്മയും കൊന്ന് അന്ന് ഈ കത്തി ഉണ്ടാക്കിയെടുത്തതും. എന്തായാലും അതോടുകൂടി ഈ കഥ ഇവിടെ അവസാനിക്കുമ്പോൾ വ്യത്യസ്തമായ ഈ ഒരു ഹൊറർ ചിത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.